നമസ്തേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭാരതേന്ദു യുഗ की प्रमुख പത്രികയും और उनके संपादक എന്ന ടോപ്പിക്കാണ്. ഇതിലൊരു 6 പത്രികയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് കവിവചൻ സുധ, അതുപോലെ തന്നെ ഹരിശ്ചന്ദ്ര മാഗസിൻ, ഹരിശ്ചന്ദ്ര ചന്ദ്രിക. ഇത് മൂന്നും നമുക്കറിയാം. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ആണ് ഇതിൻ്റെ സമ്പാദക്. അതിൽ കവിവചൻ സുധ സാപ്താഹിക്കാണ്. അതുപോലെ തന്നെ ഇത് മൂന്നും പ്രകാശനം ചെയ്ത സ്ഥലം, പ്രകാശൻ സ്ഥാൻ കാശിയാണ്. അതുപോലെ തന്നെ കവിവചൻ സുധ പ്രകാശൻ വർഷ 1868 ഈസ്വിയും, ഹരിശ്ചന്ദ്ര മാഗസീൻ 1873 ഈസ്വിയും, ഹരിശ്ചന്ദ്ര ചന്ദ്രിക 1874 ഈസ്വിയുമാണ്. അപ്പോൾ ഇത് നമുക്ക് സംശയമില്ല, മൂന്നും ഭാരതേന്ദുവിൻ്റെയാണ്. കവിവചൻ സുധ, ഹരിശ്ചന്ദ്ര മാഗസീൻ, ഹരിശ്ചന്ദ്ര ചന്ദ്രിക രണ്ടിലും പിന്നെ ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ തന്നെ പേര് വരുന്നുണ്ട്. പിന്നെ കവിവചൻ സുധ അത് ഭാരതേന്ദുവിൻ്റെയാണ്. അടുത്തത് അതുപോലെ തന്നെ ബാലബോധിനി ഉണ്ട്, അതും അദ്ദേഹത്തിൻ്റെയാണ്. അടുത്തത് ആനന്ദ കാദംബിനിയാണ്. ആനന്ദ കാദംബിനി ബദ്രിനാരായൺ ചൗധരി പ്രേംഖനിൻ്റെയാണ്, മാസികയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാപ്താഹിക്കാണ് നാഗരി നീരദ് എന്ന് പറയുന്നത്. ഇത് മിർസാപൂരിൽ 1881 പ്രകാശൻ വർഷ വരുന്നത്. മിർസാപൂറാണ് സ്ഥാൻ വരുന്നത്. അടുത്തത് ഹിന്ദി പ്രദീപാണ്, ബാലകൃഷ്ണ ഭട്ടാണ്. പ്രദീപും ബാലകൃഷ്ണനും രണ്ടും ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ ആനന്ദ് കാദംബിനി, ആനന്ദ് കാദംബിനിയാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ബദരി നാരായണനാണ്. കാദംബിനി എന്ന് പറയുമ്പോൾ നമുക്ക് ബദരി നാരായണൻ എന്ന് ഓർമ്മ വരിക. പ്രേംഖൻ, അല്ലെങ്കിൽ നമുക്ക് പ്രേമം ഉണ്ടാവുമ്പോൾ ആനന്ദം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അടുത്തത് ഹിന്ദി പ്രദീപ് ബാലകൃഷ്ണ ഭട്ടാണ്. അപ്പോൾ ഹിന്ദി പ്രദീപും ബാലകൃഷ്ണനും അങ്ങനെ ആലോചിക്കുക. ഇതിൻ്റെ പ്രകാശൻ സ്ഥാനം വരുന്നത് ഇലഹാബാദാണ്. 1877 ഈസ്വിയുമാണ്. അടുത്തത് ബ്രാഹ്മണാണ്, പ്രതാപ് നാരായൺ മിശ്രാണ്. അപ്പോൾ ബ്രാഹ്മൺ മാസിക പത്രിക എഴുതുന്നത് പ്രതാപമുള്ള ഒരാളാണ് എന്ന് കണക്കാക്കുക. ബ്രാഹ്മണന്മാരൊക്കെ പ്രതാപമുള്ളവരാണല്ലോ എന്ന് കണക്ട് ചെയ്യുക. കാൺപൂറാണ് പ്രകാശൻ സ്ഥാൻ. 1883 ഇത് പ്രകാശനം ചെയ്ത വർഷം. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമിനും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ JLTക്കൊക്കെ കവിവചൻ സുധ, ഹരിശ്ചന്ദ്ര മാഗസീൻ്റെ ഒക്കെ ഇയർ, സമ്പാദക് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതെല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ധന്യവാദ്.